ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹീതരെ പ്രിയ സൗരീശ്വരന്മാരെ, ഏവർക്കും കർത്താവേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവായി ക്രിസ്തു സമ്പൂർണമായി നിങ്ങളെ അനുഗ്രഹിക്കുന്നവരാകട്ടെ. ആമേൻ. ഉൽപ്പത്തി 18:14 യഹോവ ദൈവം അബ്രഹാമിനെയും സാറയെയും ഒരു വാഗ്ദാനത്തോടെ സന്ദർശിച്ചു. ഹല്ലേലൂയ. സാറയ്ക്ക് ഒരു അമ്മ ആകാനോ അബ്രഹാമിന് ഒരു പിതാവാകാനോ സാധ്യമല്ലായിരുന്നു. കാരണം അവർ വൃദ്ധരായിരുന്നു. അടുത്ത വർഷം ഇതേ സമയം സാറയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ സാറ അത് കേട്ട് ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. സാറ ചിരിച്ചത് കണ്ടപ്പോൾ യഹോവ ദൈവം സൗമ്യമായി ചോദിച്ചു, യഹോവയായ കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ഈ ചോദ്യം സാറയോടുള്ള ഒരു ശാസന അല്ലായിരുന്നു, ഒരു സൗമ്യമായ ഒരു പ്രഖ്യാപനമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല എന്ന് ദൈവം തന്നെ വിളിച്ചു പറയുന്ന നിമിഷമായിരുന്നു. ഹല്ലേലൂയ. അതും കേവലം മനുഷ്യന്റെ മുമ്പിൽ. മനുഷ്യ പരിമിതിക്കുമേൽ ദൈവത്തിന്റെ പരിധിയില്ലാത്ത ശക്തി വെളിപ്പെടുത്തുകയായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ എല്ലാ പരിമിതികൾക്കും മേൽ ദൈവത്തിന്റെ ശക്തി പരിധിയില്ലാതെ തുടരുന്നുവെന്നും വ്യാപരിക്കുന്നുവെന്നും പ്രവർത്തിക്കുന്നുവെന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും പ്രവർത്തിക്കുമെന്നും ദൈവം തന്നെ മനുഷ്യന് മുമ്പിൽ, അബ്രഹാമിന്റെ സാറയുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയായിരുന്നു. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37 ദൈവദൂതൻ നീ ഒരു മകനെ പ്രസവിക്കുമെന്ന് മറിയത്തോട് പറഞ്ഞപ്പോൾ മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ മറുപടി പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. സാറയുടെ വന്ധ്യാഗർഭം മുതൽ മറിയയുടെ കന്യകാഗർഭം വരെ ഗർഭം ധരിച്ചു. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് തെളിയിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഈ രണ്ട് വചനം ഇന്ന് ശ്രദ്ധിക്കുന്ന പ്രിയ സൗരിസാരന്മാരെ, ചില കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരം അനുകൂലമാകാതിരിക്കുമ്പോൾ, ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരുമ്പോൾ, ചില കാര്യങ്ങൾക്ക് പ്രകൃതിപരമായും കാലപരമായും ഒരു സാധ്യതയും നാം കാണാതിരിക്കുമ്പോൾ മനസ്സിലാക്കുക, സാറായുടെ വന്ധ്യഗർഭം മുതൽ മറിയയുടെ കന്യാഗർഭം വരെ ഗർഭം ധരിച്ചുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന് അസാധ്യമായി അതൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം സാധ്യത കാണാത്ത യാതൊരു വിഷയത്തിനും ദൈവത്തിന് സാധ്യത കാണുവാനും അത് സാധ്യമാക്കി നമുക്ക് തരുവാനും അത് സാധ്യമാക്കി നമ്മുടെ മുമ്പിൽ അവതരിക്കുവാനും ദൈവം ശക്തനാണ്.